എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു. ഞങ്ങൾ സുഖമായിട്ടിരിക്കുകയാണ്. അപ്പോൾ എല്ലാവരും സന്തോഷത്തോടെയും ആരോഗ്യത്തോടെയും ഒക്കെ ഇരിക്കുക കേട്ടോ. എളുപ്പം പ്രഗ്നന്റ് ആകാൻ ആഗ്രഹിക്കുന്നവർ ഏറ്റവും ആദ്യം നോക്കുന്ന ഒരു ദിവസം എന്ന് പറയുന്നത് നമ്മുടെ ഓവുലേഷൻ ഡേറ്റ് ആണ്. റെഗുലർ പീരീഡ്സ് ഉള്ളവർക്ക്, അതായത് കൃത്യമായിട്ട് എല്ലാ മാസവും പീരീഡ്സ് വരുന്നവർക്ക് എന്ന് ഓവുലേഷൻ ഡേറ്റ് വരുമെന്ന് കൃത്യമായിട്ട് കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും. അതായത് ഇപ്പോൾ 28 ദിവസമാണ് മെൻസ്ട്രൽ സൈക്കിൾ എങ്കിൽ ആ ഒരു മെൻസ്ട്രൽ സൈക്കിളിന്റെ പീരീഡ്സിന്റെ 14ാമത്തെ ദിവസം നമുക്ക് ബ്ലീഡിംഗ് ഉണ്ടാകും. മറ്റു ചിലർക്ക് ഇപ്പോൾ 30ാമത്തെ ദിവസമാണെങ്കിൽ 16ാമത്തെ ദിവസം നമുക്ക് ബ്ലീഡിംഗ് ഉണ്ടാകും. അങ്ങനെയൊക്കെ നമുക്ക് എളുപ്പത്തിൽ കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും. എന്നാൽ പീരീഡ്സിന്റെ ആ ഒരു സൈക്കിൾ ലെങ്ത് ഇറഗുലർ ആയിട്ട് പോകുന്നവർക്ക്, കൃത്യമായിട്ട് പീരീഡ്സ് വരാത്തവർക്കൊക്കെ എളുപ്പത്തിൽ ഓവുലേഷൻ ഡേറ്റ് കണ്ടുപിടിക്കാനായിട്ട് സാധിക്കാറില്ല. നോർമലി ഓവുലേഷൻ ഡേറ്റ് കണ്ടുപിടിക്കാനായിട്ട് ഉള്ളവർക്കൊക്കെ, ഓവുലേഷൻ ദിവസം കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ ചോദിക്കുന്നവർക്ക്, എങ്ങനെ കണ്ടുപിടിക്കാമെന്ന് ചോദിക്കുന്നവർക്ക് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അതുപോലെ വീഡിയോ ആയിട്ടും ചെയ്തിട്ടുണ്ട്. നിങ്ങളുടെ മെൻസ്ട്രൽ സൈക്കിളിന്റെ ലെങ്ത് എത്രയാണോ, അതായത് ഇപ്പോൾ 30 ദിവസമാണ് നിങ്ങളുടെ മെൻസ്ട്രൽ സൈക്കിളിന്റെ ലെങ്ത് എങ്കിൽ ആ 30നെ നിങ്ങൾ ഒരു 14 കൊണ്ട് കുറച്ചു കഴിയുകയാണെങ്കിൽ എളുപ്പത്തിൽ നിങ്ങൾക്ക് ഓവുലേഷൻ ഡേറ്റ് കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും. 14 എന്ന് പറയുന്നത് ഒരു ഡിഫോൾട്ട് ആയിട്ടുള്ള ഒരു സംഖ്യയാണ്, മാറ്റമില്ലാതിരിക്കുന്ന ഒരു സംഖ്യയാണ് 14 എന്ന് പറയുന്നത്. അപ്പോൾ 30 നിങ്ങളുടെ മെൻസ്ട്രൽ സൈക്കിളിന്റെ ലെങ്ത് എങ്കിൽ, 30 ദിവസം കൂടുമ്പോഴാണ് നിങ്ങൾക്ക് പീരീഡ് വരുന്നതെങ്കിൽ 30 - 14 ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഓവുലേഷൻ ഡേറ്റ് കിട്ടും. എന്നാൽ ഒരുപാട് തവണ പറഞ്ഞു കൊടുത്തിട്ടും സംശയമുള്ള ആളുകളുണ്ട്. അവർക്ക് വേണ്ടിയിട്ട് ഏറ്റവും ഈസി ആയിട്ടുള്ള ഒരു വീഡിയോ ആണ് ഞാൻ ഷെയർ ചെയ്യുന്നത്. ഇനി ഓവുലേഷൻ ഡേറ്റ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ആരുടെയും സഹായം തേടേണ്ട ആവശ്യമില്ല കേട്ടോ. അപ്പൊ നമുക്കിത് എങ്ങനെയാണെന്ന് നോക്കാം. ഞാൻ ഇവിടെ ഡെമോൺസ്ട്രേഷൻ കൊടുത്തിട്ടുണ്ട്. അപ്പൊ നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. ഇവിടെ ഞാൻ ഗൂഗിൾ എടുത്തിട്ടുണ്ട്. ഗൂഗിളിൽ നിങ്ങൾ ടൈപ്പ് ചെയ്ത് കൊടുക്കേണ്ടത് ഓവുലേഷൻ കാൽക്കുലേറ്റർ എന്നാണ്. ആ ഓവുലേഷൻ കാൽക്കുലേറ്റർ നിങ്ങൾ എടുക്കുക. അപ്പോൾ ഇവിടെ സ്ക്രീനിൽ WebMD എന്ന് പറയുന്നൊരു പേജാണ് ഞാൻ ഏറ്റവും കൂടുതൽ നോക്കുന്നത്. ആ താഴോട്ട് കുറെ പേജുകളുണ്ട്. ഞാൻ WebMD ആണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ WebMDയുടെ ഓവുലേഷൻ കാൽക്കുലേറ്റർ എടുക്കുക. ഓവുലേഷൻ കാൽക്കുലേറ്റർ എടുത്തു കഴിയുമ്പോഴേക്കും ഇവിടെ ഒരു സ്ക്രീൻ വരും. അതിൽ നമുക്ക് നമ്മുടെ ലാസ്റ്റ് മന്ത് പീരീഡ് എപ്പോഴാണോ ആയത് അത് സെറ്റ് ചെയ്ത് കൊടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ നിങ്ങൾ എന്നാണോ നിങ്ങളുടെ ആ ഒരു LMP അത് നിങ്ങൾ സെറ്റ് ചെയ്ത് കൊടുക്കുക, ലാസ്റ്റ് മന്ത് പീരീഡ് ആയ ദിവസം. അപ്പോൾ ഞാൻ ഇവിടെ എൻ്റെ ഒരു LMP ഡേറ്റ് സെലക്ട് ചെയ്തിട്ടുണ്ട്. അത് October 18 സെലക്ട് ചെയ്തത്. October 18 കഴിയുമ്പോൾ നെക്സ്റ്റ് എന്ന് പറയുന്നൊരു ഓപ്ഷൻ ഉണ്ടാകും. അതിൽ നിങ്ങൾക്ക് നിങ്ങളുടെ മെൻസ്ട്രൽ സൈക്കിളിന്റെ ലെങ്ത് കൊടുക്കാം. ബാക്കോട്ടുള്ള ആരോയിൽ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ പുറകോട്ട് പോകും. അതായത് 20, 21 അങ്ങനെ പുറകോട്ട് ഉള്ള ഡേറ്റ് നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. 28 ആയിരിക്കും ഇവിടെ ഡിഫോൾട്ട് ആയിട്ട് കിടക്കുന്ന മെൻസ്ട്രൽ സൈക്കിളിന്റെ ലെങ്ത്. അതിനുശേഷം നിങ്ങൾ മുൻപോട്ട് പോവുക. നിങ്ങൾക്ക് മുൻപോട്ട് ഇപ്പോൾ 28 അല്ല 29 ആണെങ്കിൽ നിങ്ങൾ മുൻപോട്ടേക്കുള്ള ഫോർവേഡ് ആരോയിൽ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ ഇവിടെ ഐക്കൺ കാണുന്നുണ്ട്. ആ ഫോർവേഡ് ആരോയിൽ നിങ്ങൾ പ്രസ് ചെയ്താൽ മതി. അങ്ങനെ മുമ്പോട്ട് പോകുമ്പോഴേക്കും മാക്സിമം ഇവർ കൊടുത്തിരിക്കുന്നത് 40 മെൻസ്ട്രൽ സൈക്കിൾ വരെയാണ്. അതും നിങ്ങൾക്ക് സെലക്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഏതാണോ നിങ്ങളുടെ മെൻസ്ട്രൽ സൈക്കിൾ അത് കൃത്യമായിട്ട് നോക്കിയിട്ട് അതിലേതെങ്കിലും ഒരെണ്ണം നിങ്ങൾ സെലക്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഞാൻ ഇവിടെ ഒരെണ്ണം സെലക്ട് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം ഗെറ്റ് യുവർ റിസൾട്ട് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. അതിൽ നിങ്ങൾ പ്രസ് ചെയ്യുക. അതിന്റെ താഴെ തന്നെ ഗെറ്റ് യുവർ റിസൾട്ട് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ടാകും. അത് സെലക്ട് ചെയ്താൽ മതിയായിരിക്കും കേട്ടോ. അപ്പോൾ അതിൽ നമുക്ക് റിസൾട്ട് കിട്ടും. നിങ്ങളുടെ ഓവുലേഷൻ ഡേറ്റ് എപ്പോഴായിരിക്കും. ഇവിടെ ഫെർട്ടൈൽ വിൻഡോ എന്ന് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അതിൽ എൻ്റെ ഫെർട്ടൈൽ വിൻഡോ വന്നിട്ടുള്ളത് November 3-നും November 8-നുമാണ്. അതുപോലെ തന്നെ എപ്പോഴാണ് നമ്മുടെ ഓവുലേഷൻ പീക്കിൽ വരുന്ന ദിവസം, എപ്പോഴാണ് നമുക്ക് അടുത്ത പ്രഗ്നൻസി പീരീഡ്സ് വരുന്ന ദിവസം, ഇതെല്ലാം നമുക്ക് കൃത്യമായിട്ട് കാണാനായിട്ട് സാധിക്കും. ഇനിയിപ്പോൾ ഒന്നും കൂടി നിങ്ങൾക്ക് നോക്കണമെങ്കിൽ അടുത്തൊരു ഓപ്ഷൻ ഉണ്ടാകും. താഴെ നോക്കാനായിട്ട് സ്റ്റാർട്ട് ഓവർ എന്ന് പറയുന്നൊരു ഓപ്ഷൻ ഉണ്ടാകും. അതിൽ നിങ്ങൾ ഡേറ്റ് സെറ്റ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം. അപ്പോൾ ഇനിയിപ്പോൾ നിങ്ങളുടെ പീരീഡ് സൈക്കിളിന്റെ ലെങ്ത് പോയിരിക്കുന്നത് ഇറഗുലർ ആയിട്ടാണെങ്കിൽ, അതായത് ഒരു മാസം നിങ്ങൾക്ക് ചിലപ്പോൾ 32 ആയിരിക്കും, ഒരു മാസം നിങ്ങൾക്ക് ചിലപ്പോൾ 38 ആയിരിക്കും, ഒരു മാസം വേറൊരു ദിവസവും ആയിരിക്കും. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ മെൻസ്ട്രൽ സൈക്കിളിന്റെ ലെങ്ത്, ഒരു 3 മാസത്തെ മെൻസ്ട്രൽ സൈക്കിളിന്റെ ലെങ്ത് നിങ്ങൾ എടുക്കുക. ഇപ്പോൾ ഡിസംബറിലാണ് നിങ്ങൾക്ക് വേണ്ടതെങ്കിൽ നവംബറിലെ, ഒക്ടോബറിലെ, സെപ്റ്റംബറിലെ അങ്ങനെ മെൻസ്ട്രൽ സൈക്കിളിന്റെ ലെങ്ത് നിങ്ങൾ എടുക്കുക. ഫോർ എക്സാമ്പിൾ ഒരു മാസം നിങ്ങൾക്ക് ഇപ്പോൾ ഞാൻ ഡിസംബർ വെച്ചിട്ട് നോക്കുമ്പോഴേക്കും സെപ്റ്റംബറിൽ നിങ്ങൾക്ക് പീരീഡ് ആയത് 32 മെൻസ്ട്രൽ സൈക്കിളിലാണെങ്കിൽ, ഒക്ടോബറിൽ നിങ്ങൾക്ക് പീരീഡ്സ് വന്നത് 34 ആണെങ്കിൽ, അല്ലെങ്കിൽ നവംബറിൽ നിങ്ങൾക്ക് വരുന്നത് 30, അങ്ങനെയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. നിങ്ങളുടെ മെൻസ്ട്രൽ സൈക്കിളിന്റെ ലെങ്ത് ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ നോക്കുക. അതായത് സെപ്റ്റംബറിൽ ഏത് ദിവസമാണ്, കഴിഞ്ഞ മാസത്തെ വെച്ച് നോക്കുമ്പോൾ സെപ്റ്റംബറിൽ ഏത് ദിവസമാണ് പീരീഡ്സ് വന്നത്, ഒക്ടോബറിൽ എത്രാമത്തെ ദിവസമാണ് പീരീഡ്സ് വന്നത്, നവംബറിൽ എത്രാമത്തെ ദിവസമാണ് പീരീഡ്സ് വന്നത്, അത് നിങ്ങളൊന്ന് ബുക്കിൽ നോട്ട് ചെയ്ത് വെക്കുക കേട്ടോ. ഇറഗുലർ പീരീഡ്സ് ഉള്ളവരെ. ഇപ്പൊ ഞാൻ റഫായിട്ട് എടുത്തിരിക്കുന്നത്
സെപ്റ്റംബറിലെ മെൻസ്ട്രൽ സൈക്കിൾ 32, ഒക്ടോബറിലെ 34, നവംബറിലെ 30. അങ്ങനെയാണ് ഞാൻ എടുത്തിരിക്കുന്നത് കേട്ടോ. അങ്ങനെ വന്നപ്പോഴേക്കും ഈ 3 സംഖ്യയും കൂടി നമ്മൾ കൂട്ടുക. അതായത് 32, 34, 30. ഇത് 3 കൂടി നമ്മൾ കൂട്ടിയിട്ട് അപ്പോൾ നമുക്കൊരു ആൻസർ കിട്ടും. ഇത് 3 തമ്മിൽ കൂട്ടുമ്പോഴേക്കും എനിക്ക് കിട്ടിയ ആൻസർ എന്ന് പറയുന്നത് 96 ആണ്. ഈ 96നെ നമ്മൾ 3 കൊണ്ട് ഹരിക്കുക. 3 എന്ന് പറയുന്നത് 3 മാസത്തെ നമ്മൾ എടുത്തത് കൊണ്ടാണ് ആ 3 എന്ന് പറഞ്ഞൊരു സംഖ്യ നമുക്ക് കിട്ടിയ കേട്ടോ. അതിൽ നിങ്ങൾക്ക് ഒരു കൺഫ്യൂഷനും വേണ്ട. 3 മാസത്തെ മെൻസ്ട്രൽ സൈക്കിൾ എടുത്തത് കൊണ്ടാണ് 3 വെച്ച് ഹരിച്ചത്. 2 മാസത്തെയാണ് എടുക്കുന്നതെങ്കിൽ 2 വെച്ച് ഹരിക്കേണ്ടി വരും. നിങ്ങൾ 3 മാസത്തെ എടുക്കണം കേട്ടോ. അത് മസ്റ്റായിട്ട് നിങ്ങൾ ഫോളോ ചെയ്യുക. ദെൻ അങ്ങനെ നമുക്ക് നോക്കുമ്പോഴേക്കും 96 എനിക്ക് കിട്ടിയ ആൻസർ. ഇത് 3 കൂടി കൂട്ടിയിട്ട് എനിക്ക് കിട്ടിയ ആൻസർ 96. ആ 96നെ ഞാൻ 3 വെച്ച് ഡിവൈഡ് ചെയ്തപ്പോഴേക്കും 3 വെച്ച് ഹരിച്ചപ്പോഴേക്കും എനിക്ക് കിട്ടിയ മെൻസ്ട്രൽ സൈക്കിളിന്റെ ലെങ്ത്, അതായത് എന്റെ ആവറേജ് മെൻസ്ട്രൽ സൈക്കിൾ ലെങ്ത് എന്ന് പറയുന്നത് 32 ആണ്. അപ്പോൾ ഞാനിപ്പോൾ നേരത്തെ പറഞ്ഞില്ലേ, നമ്മുടെ പീരിയഡ് സൈക്കിളിന്റെ ആ ഒരു ഡേറ്റ് നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുക്കില്ലേ, അതിനകത്ത് നിങ്ങൾ മെൻസ്ട്രൽ സൈക്കിളിന്റെ ലെങ്ത്തിൽ 32 സെലക്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഏകദേശം ഒരു ഓവുലേഷൻ ഡേറ്റ് കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും. അതിനനുസരിച്ച് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. ഇനി ഓവുലേഷൻ ഡേറ്റ് കണ്ടുപിടിക്കുന്ന സമയത്ത് എന്തെങ്കിലും ഓവുലേഷന്റെ ലക്ഷണങ്ങൾ കൂടി നിങ്ങൾക്ക് കാണുന്നുണ്ടോ എന്നുകൂടി നിങ്ങൾ ശ്രദ്ധിക്കുക. ഓവുലേഷന്റെ ലക്ഷണങ്ങൾ ഏതൊക്കെയാണ് എന്നതിനെ പറ്റിയിട്ടുള്ള വീഡിയോസ് നമ്മുടെ ചാനലിലുണ്ട്. നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ അതൊന്ന് കണ്ടു നോക്കുക. അതിൽ ഏകദേശം ഒരു 10 ഓവുലേഷൻ ലക്ഷണങ്ങളെ പറ്റിയിട്ട് വീഡിയോസ് ചെയ്തിട്ടുണ്ട്. ആ ലക്ഷണങ്ങളൊക്കെ കാണുന്ന സമയങ്ങളിൽ ഓവുലേഷൻ തന്നെയാണോ ഇതെന്ന് ഉറപ്പിക്കാൻ വേണ്ടിയിട്ട് ഓവുലേഷൻ ടെസ്റ്റ് കിറ്റ് നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് കൃത്യമായിട്ട് അറിയാനായിട്ട് സാധിക്കും. ഈ സമയത്ത് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയിട്ടും കൃത്യമായിട്ട് പ്രഗ്നൻസി ആകുന്നില്ലെങ്കിൽ നിങ്ങളൊരു ഫോളിക്കുലാർ സ്റ്റഡി നടത്തി നോക്കണം. ഫോളിക്കുലാർ സ്റ്റഡിയിൽ നമുക്ക് അണ്ടം വളരുന്നുണ്ടോ, അതിന്റെ മൂപ്പ് കൃത്യമായിട്ട് ോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് എളുപ്പത്തിൽ മനസ്സിലാകുകയും ചെയ്യും കേട്ടോ. അപ്പോൾ ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കുക. അതോടൊപ്പം തന്നെ ഓവുലേഷൻ ഡേറ്റ് ആ ഒരു നമുക്ക് ഫിഗർ കിട്ടുന്നുണ്ടെങ്കിലും പീരിയഡ്സ് കഴിഞ്ഞതിന് ശേഷം ഉടനെ തന്നെ നിങ്ങൾ ഫിസിക്കൽ കോണ്ടാക്ട് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. ഓവുലേഷൻ ഡേറ്റ് കൃത്യമായിട്ട് കണ്ടുപിടിക്കാൻ പറ്റാത്തവർക്കും പീരിയഡ്സ് ഇറഗുലർ ആയിട്ടുള്ളവർക്കും ഫോളോ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്, എന്നാണോ നിങ്ങളുടെ പീരിയഡ്സ് കഴിയുന്നത്, പീരിയഡ്സിന്റെ 10ാമത്തെ ദിവസം മുതൽ എന്നാണോ ഏകദേശം നിങ്ങൾ അടുത്ത പീരിയഡ്സ് എക്സ്പെക്ട് ചെയ്യുന്നത്, അതിന്റെ 10ാമത്തെ ദിവസം മുൻപ് വരെ ഫിസിക്കൽ കോണ്ടാക്ട് ചെയ്യുന്നത് പ്രഗ്നന്റ് ആകാൻ വേണ്ടിയിട്ടുള്ള സാധ്യതകൾ വർദ്ധിപ്പിക്കും. ഓരോ ദിവസവും ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് അങ്ങനെ ചെയ്യാം. അല്ലാത്തവർക്ക് ഒന്നിടവിട്ടുള്ള ദിവസങ്ങളിൽ കോണ്ടാക്ട് ചെയ്യുന്നതും പ്രഗ്നന്റ് ആകാനായിട്ടുള്ള ചാൻസസ് വർദ്ധിപ്പിക്കുന്നു. അപ്പോൾ ഒരു ദിവസം നിങ്ങൾക്ക് മിസ്സായി പോയാലും ഓവുലേഷൻ നഷ്ടമാകാതിരിക്കാനായിട്ട് അത് ഹെൽപ്പ് ചെയ്യും. ഇത്രയേ ഉള്ളൂ വീഡിയോ. യൂസ്ഫുൾ ആയി കാണുമെന്ന് വിശ്വസിക്കുന്നു. യൂസ്ഫുൾ ആവുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ കമന്റ്സിൽ ചോദിക്കുക. പണ്ടത്തെ വീഡിയോയ്ക്ക് കമന്റ്സ് ഇടുന്നവർക്ക് റിപ്ലൈ ലഭിക്കുന്നില്ലെങ്കിൽ ലേറ്റസ്റ്റ് ആയിട്ട് ഞാൻ ഏത് വീഡിയോ ആണോ അപ്ലോഡ് ചെയ്യുന്നത് അതിന് താഴെ കമന്റ് ഒന്ന് കോപ്പി പേസ്റ്റ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. അതുപോലെ ഓവുലേഷൻ ഡേറ്റ് കാൽക്കുലേറ്റ് ചെയ്ത് തരാനായിട്ട് റിക്വസ്റ്റ് ചെയ്യുന്ന ആളുകൾ എത്രയാണോ സൈക്കിൾ ലെങ്ത് അത് മെൻഷൻ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. സൈക്കിൾ ലെങ്ത് എന്നതുകൊണ്ട് ഉദ്ദേശിച്ചത് ഓരോ മാസവും എത്ര ദിവസം കൂടുമ്പോഴാണോ ബ്ലീഡിങ് വരുന്നത് അതാണ് സൈക്കിൾ ലെങ്ത്. കഴിഞ്ഞ മാസം ഒരു 8ാം തീയതിയാണ് ബ്ലീഡിങ് ആയതെങ്കിൽ ഈ മാസം 6ാം തീയതിയാണ് ബ്ലീഡിങ് ആയതെങ്കിൽ കഴിഞ്ഞ മാസം 8ാം തീയതി മുതൽ ഈ മാസം 6ാം തീയതി വരെ എത്ര ദിവസമുണ്ടോ അത് കാലണ്ടറിൽ എണ്ണി തിട്ടപ്പെടുന്നതാണ് നിങ്ങളുടെ സൈക്കിൾ ലെങ്ത്. സൈക്കിൾ ലെങ്ത് നമ്മൾ കൃത്യമായിട്ട് കാൽക്കുലേറ്റ് ചെയ്യുകയാണെങ്കിൽ ഓവുലേഷൻ ഡേറ്റ് എളുപ്പത്തിൽ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് ആപ്ലിക്കേഷൻസും ഒരുപാട് ഓൺലൈൻ ആയിട്ടുള്ള വെബ്സൈറ്റുകളും ഇന്ന് നമുക്ക് അവൈലബിൾ ആണ്. പ്ലേ സ്റ്റോറിൽ പോയിട്ട് ഓൺലൈൻ ഓവുലേഷൻ ട്രാക്കർ എന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ആപ്ലിക്കേഷൻസ് കിട്ടും. അത് പറ്റുന്നില്ല എങ്കിൽ ഗൂഗിളിൽ പോയിട്ട് ഓൺലൈൻ ഓവുലേഷൻ കാൽക്കുലേറ്റർ എന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള വെബ്സൈറ്റുകൾ നിങ്ങൾക്ക് കിട്ടും. അതിൽ നിങ്ങളുടെ ലാസ്റ്റ് മന്തിലെ മെൻസ്ട്രേഷൻ്റെ ഡേറ്റും ഒപ്പം ഞാൻ ഈ പറഞ്ഞ രീതിക്ക് നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യുന്ന സൈക്കിൾ ലെങ്ത്തും എൻ്റർ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് ഓവുലേഷൻ ഡേറ്റ് കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും. ഫെർട്ടൈൽ ടൈം പീരീഡും നിങ്ങൾക്ക് കിട്ടും. അതായത് എത്ര ദിവസം മുതൽ കോണ്ടാക്ട് ചെയ്ത് തുടങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾ പ്രഗ്നൻ്റ് ആകും എന്നുള്ളൊരു ഡേറ്റും നിങ്ങൾക്ക് പ്രോപ്പറായിട്ട് കിട്ടും കേട്ടോ. ഇത് കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് സൈക്കിൾ ലെങ്ത് കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ ആ ഒരു കലണ്ടറിൽ നോക്കി തന്നെ നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യുക. പല മാസങ്ങളിലും 30-31 ദിവസമുണ്ട്, അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. ഒപ്പം നിങ്ങൾക്ക് ബ്ലീഡിങ് തുടങ്ങിയ ദിവസത്തിന് വേണം നിങ്ങൾ ഡേ 1 ആയിട്ട് എടുക്കാൻ വേണ്ടിയിട്ട്. സ്പോട്ടിങ് തുടങ്ങിയ ദിവസത്തിനെ, അതായത് ചെറുതായിട്ട് ഡിസ്ചാർജ് പോയി തുടങ്ങിയ ദിവസത്തിനെ നിങ്ങൾ കൺസിഡർ ചെയ്യേണ്ട ആവശ്യം ഇല്ല കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ. അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ.